ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. പ്രിയ സഹോദരീ സഹോദരന്മാർ, ജൂലൈ മാസം 2-ാം തീയതി ബുധൻ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 28 മുതൽ 34 വരെ വചനങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തെക്കുറിച്ചും അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ചും പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചില തെറ്റിദ്ധാരണകൾ കടന്നു കൂടാറുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല വിശ്വാസി ആകണമെങ്കിൽ ജീവിതത്തിലെ സന്തോഷങ്ങളും ആനന്ദങ്ങളുമെല്ലാം ത്യജിക്കണമെന്ന് ചിലപ്പോൾ നാം ചിന്തിച്ചേക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ സ്വാതന്ത്ര്യത്തെയും ആസ്വാദനത്തെയും തടസ്സപ്പെടുത്തുമെന്ന് നാം ഭയക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകുന്ന വേദഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വചനം. അക്കാലത്ത് ഗദറായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറുകളിൽ നിന്ന് ഇറങ്ങി വന്ന 2 പിശാചു ബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി കടക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. ഈ വേദഭാഗം ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് വിവരിക്കുന്നത്. യേശു ഒരു വിജാതീയ പ്രദേശമായ ഗദറായരുടെ നാട്ടിലെത്തി. അവിടെ 2 പിശാചു ബാധിതർ യേശുവിനെ കണ്ടുമുട്ടി. അവർ മനുഷ്യർക്ക് ഭീഷണിയായിരുന്നു. അവരെ ആർക്കും പിടിച്ചുകെട്ടാനോ നിയന്ത്രിക്കാനോ കഴിഞ്ഞിരുന്നില്ല. സമൂഹം അവരെ ഭയന്ന് അവഗണിച്ചിരുന്നു. യേശുവിനെ കണ്ടപ്പോൾ പിശാചുക്കൾ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങളുമായി നിനക്ക് എന്താണ്? സമയം ആകുന്നതിന് മുൻപ് ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ നീ ഇവിടെ വന്നുവോ? അവർ അവനോട് ചോദിച്ചു. അവർക്ക് യേശുവിന്റെ സാന്നിധ്യ ഭയമായിരുന്നു. കാരണം ആ സാന്നിധ്യം അവരുടെ ദുഷ്ടതയെയും അടിമത്തത്തെയും അവസാനിപ്പിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അവിടെ അടുത്തായി ഒരു കൂട്ടം പന്നികൾ മേയുന്നുണ്ടായിരുന്നു. പിശാചുക്കൾ യേശുവിനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. യേശു അവർക്ക് അനുവാദം നൽകി. പിശാചുക്കൾ പന്നികളിൽ പ്രവേശിച്ചപ്പോൾ ആ കൂട്ടം മുഴുവൻ മലഞ്ചെരിവിലൂടെ പാഞ്ഞു കയറി കടലിൽ ചാടി മുങ്ങിത്തെത്തു. ഈ സംഭവം കണ്ട ഇടയന്മാർ പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് സംഭവിച്ചതെല്ലാം ജനങ്ങളെ അറിയിച്ചു. ഇത് കണ്ടപ്പോൾ പട്ടണത്തിലുള്ളവർ എല്ലാവരും യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു. എന്നാൽ അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ പട്ടണത്തിൽ നിന്ന് വിട്ടുപോകണമെന്ന് അവനോട് അപേക്ഷിച്ചു. ഈ സംഭവത്തിലെ ഓരോ കഥാപാത്രത്തെയും നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. പിശാചു ബാധിതർ. അവർ പിശാചുക്കളുടെ അടിമകളായിരുന്നു. അവയിലുണ്ടായിരുന്ന ദുഷ്ടശക്തികൾ അവരെ അവരുടെ സന്തോഷത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിൽ നിന്നും അകറ്റി. യേശുവിന്റെ സാന്നിധ്യം അവരെ സ്വതന്ത്രരാക്കി. യേശുവിന്റെ സാന്നിധ്യം അവർക്ക് വിടുതലിന്റെയും സൗഖ്യത്തിന്റെയും ഉറവിടമായിരുന്നു. രണ്ടാമതായി പിശാചുക്കൾ. യേശുവിന്റെ സാന്നിധ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയായിരുന്നു. കാരണം ആ സാന്നിധ്യം അവരുടെ അധികാരം അവസാനിപ്പിക്കും. പാപവും ദുഷ്ടശക്തികളും എന്നും ദൈവ സാന്നിധ്യത്തെ ഭയക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവരെ അവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും. മൂന്നാമതായി ഗദറായക്കാർ. ഇതാണ് ശ്രദ്ധേയമായ ഭാഗം. തങ്ങളുടെ നാട്ടിലെ 2 മനുഷ്യർക്ക് സൗഖ്യം ലഭിച്ചപ്പോൾ ആ നാട്ടുകാർ യേശുവിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യണമായിരുന്നു. എന്നാൽ അവൻ അവരോട് തങ്ങളുടെ പ്രദേശം വിട്ടുപോകാൻ അപേക്ഷിച്ചു. എന്തുകൊണ്ടായിരുന്നു അത്? അവരുടെ പന്നിക്കൂട്ടം നശിച്ചു പോയതുകൊണ്ട് അവരുടെ സാമ്പത്തിക ലാഭമാണ് നഷ്ടപ്പെട്ടു പോയത്. യേശുവിന്റെ സാന്നിധ്യം അവരുടെ ആനന്ദം, അതായത് ലാഭം നഷ്ടപ്പെടുത്തുമെന്ന് അവർ ഭയം. ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിലെ നിയന്ത്രണങ്ങളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അവർ ഭയപ്പെട്ടു. ഇനി നമുക്കുള്ള പാഠം. പ്രിയപ്പെട്ടവരെ, നാമും പലപ്പോഴും ഗദറായക്കാരെ പോലെ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നാം സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെയും പാപകരമായ ആഗ്രഹങ്ങളെയും ദൈവത്തെക്കാൾ ഉപരിയായി നാം സ്നേഹിക്കുന്ന കാര്യങ്ങളെയും ദൈവത്തിനു വേണ്ടി ഉപേക്ഷിക്കുവാൻ പലപ്പോഴും നാം തയ്യാറല്ല. നമ്മുടെ സന്തോഷങ്ങളും ആസ്വാദനങ്ങളും
ദൈവത്തിന്റെ സാന്നിധ്യം കാരണം നഷ്ടപ്പെടുമോ എന്ന് പലപ്പോഴും നാം ഭയപ്പെടുന്നു. എന്നാൽ സത്യം ഇതാണ്: ദൈവ സാന്നിധ്യം നമ്മുടെ സന്തോഷങ്ങളെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് ആഴമേറിയതും യഥാർത്ഥവുമായ സന്തോഷം നൽകുകയാണ് ചെയ്യുന്നത്. പാപത്തിൽ നിന്നും അടിമത്തിൽ നിന്നുമുള്ള മോചനമാണ് അവൻ നമുക്ക് നൽകുന്നത്. അവൻ തടവിലാക്കുകയല്ല, സ്വതന്ത്രനാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെക്കാൾ കൂടുതൽ വിലമതിക്കുന്ന പന്നിക്കൂട്ടങ്ങൾ എന്തെല്ലാമാണ്? അത് നമ്മുടെ അലസതയാണ്, അല്ലെങ്കിൽ അമിതമായ ധനമോഹമോ, തെറ്റായ ബന്ധങ്ങളോ, അല്ലെങ്കിൽ ദൈവത്തിന് പ്രീതികരമല്ലാത്ത ഏതെങ്കിലും ആസക്തികളാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇവയെല്ലാം ചോദ്യം ചെയ്യുമെന്ന് നാം ഭയപ്പെടുന്നു. എന്നാൽ നമുക്ക് ഈ ഭയത്തെ ഉപേക്ഷിക്കാം. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലെ പിശാചുക്കളെ പുറത്താക്കുകയും നമ്മുടെ ആത്മാവിന് സൗഖ്യം നൽകുകയും ചെയ്യും. അവൻ നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് നശിച്ചു പോകുന്ന ആനന്ദങ്ങൾക്ക് പകരം നിത്യമായ സന്തോഷം നൽകുകയാണ് ചെയ്യുന്നത്. ഗദ്രായക്കാരെ പോലെ യേശുവിനോട് നമ്മുടെ പ്രദേശം വിട്ടുപോകാൻ അപേക്ഷിക്കാതെ പൂർണ്ണഹൃദയത്തോടെ അവനെ നമ്മുടെ ഹൃദയത്തിലും ഭവനത്തിലും സ്വാഗതം ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മെ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.